കോന്നി മെഡിക്കൽ കോളേജിലെ നോട്ടീസ് പതിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മെമ്മോയ്ക്ക് മറുപടി നൽകി ഡോക്ടർ ശിവപ്രസാദ്. സർജറി വിഭാഗം ഒപിയിൽ സമ്മതപത്രം എന്ന നിലയിൽ നോട്ടീസ് പതിച്ചത് താനല്ല എന്നും സംഭവത്തിൽ നിരപരാധിയാണെന്നും ഡോക്ടർ ശിവപ്രസാദ് വിശദീകരിച്ചു. മറുപടി തുടർ നടപടിക്കായി DMEക്ക് കൈമാറി. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, താനല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു മറുപടിയാണ്. അനുജ, എന്തായാലും അവിടെ നോട്ടീസ് ഒട്ടിച്ചത് മറ്റാരെങ്കിലും ആയിരിക്കും. പക്ഷെ ആ നോട്ടീസ് തയ്യാറാക്കി കൊടുത്തതും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഈ പറയുന്ന സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദിന് തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും അവിടെയുള്ള മറ്റ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ അത് അവിടുത്തെ സർജറി വിഭാഗത്തിന്റെ OPയിലെ വാതിലിൽ കൊണ്ട് ഒട്ടിച്ചത് മറ്റാരോ ആണ്. അതാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമാണ് മറുപടി. അപ്പോൾ ഇതിനകത്ത് താൻ പൂർണ്ണമായിട്ടും നിരപരാധിയാണ്, കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡോക്ടർ ഇങ്ങനൊരു മറുപടി കൊടുത്തിരിക്കുന്നത്. ഇന്നലെ നേരിട്ട് പ്രിൻസിപ്പൽ അദ്ദേഹത്തിന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മെമ്മോ നൽകിയപ്പോൾ ആ മെമ്മോ സ്വീകരിക്കാതെ അവിടുന്ന് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ് ഡോക്ടർ ശിവപ്രസാദ് ചെയ്തത്. അതിന് പിന്നാലെ ആശുപത്രി സൂപ്രണ്ടും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലും സംയുക്തമായിട്ട് ഒരു ഇമെയിൽ മുഖേന ഈ മെമ്മോ കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുകയും ആ കാരണം കാണിക്കൽ നോട്ടീസിന് ഇന്ന് അദ്ദേഹം നൽകിയ മറുപടിയാണ് താനല്ല കൊണ്ടുപോയി ഒട്ടിച്ചത്, താൻ ഇതിനകത്ത് നിരപരാധിയാണ് എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്തരം 2 വാചകങ്ങൾ മാത്രം അദ്ദേഹത്തിന്റെ മറുപടി ഒതുക്കിയിട്ടുള്ളത്. എന്തായാലും ആ മറുപടി ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് DMEക്ക് കൈമാറും. അതിനുശേഷം DME ആയിരിക്കും ഈ സംഭവത്തിൽ അദ്ദേഹത്തിനെതിരെ ഡോക്ടർ ശിവപ്രസാദിനെതിരെ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഒരുപക്ഷെ അദ്ദേഹം മെയ് 31-നകം തന്റെ വോളണ്ടറി റിട്ടയർമെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വോളണ്ടറി റിട്ടയർമെന്റ് നേരത്തെ നൽകാനുള്ള തീരുമാനവും ആരോഗ്യവകുപ്പിൽ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനം കൊണ്ടായിരിക്കാം താനല്ല പോസ്റ്റർ ഒട്ടിച്ചത് എന്നുള്ള മറുപടിയിൽ മാത്രം അദ്ദേഹം മറുപടി ഒതുക്കിയത്. അതാണ് കോന്നി മെഡിക്കൽ കോളേജിലെ നോട്ടീസ് പതിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് മെമ്മോയ്ക്ക് ഡോക്ടർ ശിവപ്രസാദ് മറുപടി നൽകിയിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.